ദേശീയ ആരോഗ്യ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ബാല സ്വാസ്ഥ്യ കാര്യക്രം RBSK. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന 30 ആരോഗ്യ പ്രശ്നങ്ങളെ കാലേക്കൂട്ടി കണ്ടുപിടിക്കുകയും തുടർന്നുള്ള ചികിത്സയ്ക്കായി ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രത്തിലേക്ക് റഫർ ചെയ്യുകയും ചെയ്യുന്നു. 30 ആരോഗ്യ പ്രശ്നങ്ങളെ കണ്ടുപിടിക്കുന്നതിനായി ജില്ലയിൽ പ്രത്യേക ട്രെയിനിംഗ് നൽകിയിട്ടുള്ള RBSK നഴ്സുമാർ പ്രവർത്തിച്ചു വരുന്നു. പ്രധാനമായും ഈ RBSK നഴ്സുമാർ അംഗനവാടികളിലും സ്കൂളുകളിലും അതുപോലെ തന്നെ ബുധനാഴ്ചകളിൽ ഇമ്മ്യൂണൈസേഷൻ സെക്ഷനുകളിലുമാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നും സ്ക്രീൻ ചെയ്യുന്ന കുട്ടികളെയാണ് ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങളിലേക്ക് റഫർ ചെയ്യുന്നത്. ഇവരുടെ തുടർന്നുള്ള ഫോളോ അപ്പ് അനുയാത്ര എന്ന പദ്ധതി വഴി നടപ്പിലാക്കുന്നു. അനുയാത്രയിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നിവരുടെ സേവനങ്ങൾ ലഭ്യമാണ്. ഇതുകൂടാതെ ജനന സമയത്തുണ്ടാകുന്ന വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനും പ്രസവം നടക്കുന്ന സർക്കാരിന്റെ എല്ലാ ആശുപത്രികളിലും കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം, ചുരുക്കത്തിൽ ഇതിനെ ശലഭം എന്നറിയപ്പെടുന്നു. ഇതിൽ പ്രധാനമായും 4 തരം സ്ക്രീനിങ്ങുകളാണ് ഉള്ളത്. ആദ്യമായി 24 മണിക്കൂറിനുള്ളിൽ ചെയ്യുന്ന VBD, വിസിബിൾ ബർത്ത് ഡിഫക്റ്റ്. അതുപോലെ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ചെയ്യുന്ന പൾസ് ഓക്സിമെട്രി. 48 മണിക്കൂറിന് ശേഷം IEM, ഇൻബോൺ ഇറേസ് ഓഫ് മെറ്റബോളിസം. അതുപോലെ OAE, ഓട്ടോ അക്യൂസ്റ്റിക് എമിഷൻ എന്നീ സ്ക്രീനിങ്ങുകളും ചെയ്യുന്നു. കൊല്ലം ജില്ലയിലെ നിലവിലെ 9 ഡെലിവറി പോയിന്റുകളിലും ഈ സ്ക്രീനിങ്ങുകൾ നടക്കുന്നു. ജാതക് സേവ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഈ സ്ക്രീനിംഗ് നടത്തുന്നത്. സ്ക്രീൻ ചെയ്യുന്ന ഓരോ കുട്ടിയുടെയും ഡീറ്റെയിൽസ് RBSK നേഴ്സിന്റെ ശലഭം വെബ് പോർട്ടലിൽ ലഭ്യമാണ്. ഇതുവഴി തുടർന്നുള്ള ഫോളോ അപ്പുകൾ നടക്കുന്നു. കേരള സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം. ജന്മനാ ഹൃദയവൈകല്യമുള്ള 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ സേവനം ലഭ്യമാകുന്നത്. ഈ സേവനങ്ങളെല്ലാം തികച്ചും സൗജന്യമാണ്. ദേശീയ ആരോഗ്യ മിഷൻ, കൊല്ലം.